ആലപ്പുഴ കരുവാറ്റയിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവം. ഈ സംഭവത്തിൽ ഇപ്പോൾ 13-കാരി അടക്കം അറസ്റ്റിലായിട്ടുണ്ട്. പോലീസിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് 13-കാരി. തനിക്കിതുവരെയും സ്നേഹം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ആരും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, അത് തനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതെന്താണെന്ന് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒരു 13 വയസ്സുകാരി പോലീസിന് മുന്നിൽ പൊട്ടിക്കരയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ടുകൾ അറിഞ്ഞു. ഈ കുട്ടിയുടെ ഒരു സാഹചര്യം പശ്ചാത്തലമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പശ്ചാത്തലവും സാഹചര്യം എന്തൊക്കെ തന്നെയായാലും ചെയ്തത് കൊലപാതകം തന്നെയാണ്, ന്യായീകരിക്കാനാകില്ല എന്ന് വ്യക്തമായി അറിയാമെങ്കിൽ പോലും ആ ഒരു സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ ഒന്ന് വിശദീകരിക്കേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും തനിക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല, തനിക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ആ പെൺകുട്ടി പോലീസിനോട് പൊട്ടിക്കരഞ്ഞ് പറയുകയാണ്. നിസ്സഹായരായി നിൽക്കുകയാണ് പോലീസ്. ഒരു 13-കാരി അവർക്ക് മുന്നിൽ ഇരുന്ന് ഇതുവരെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, സ്നേഹം തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പറയുമ്പോൾ പോലീസും നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് 1:30 ശിവൻകുട്ടിയുടെ മൃതദേഹം മോർച്ചറിക്ക് പുറത്തെത്തിച്ചപ്പോൾ അധികം ആരും കാത്തിരിക്കാനുണ്ടായിരുന്നില്ല. അതേ ആശുപത്രിയിൽ പ്രസവിച്ച് കിടക്കുകയാണ് മകൾ, അതായത് ശിവൻകുട്ടിയുടെ മകൾ. ആ മകളെ അറിയിക്കാതെ തൊട്ടടുത്തുള്ള മോർച്ചറിക്ക് മുൻപിൽ ഭാര്യ സരസ്വതി വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അതായത് പേരക്കുട്ടിയെ കാത്തിരിക്കുകയായിരുന്നു സരസ്വതിയും ശിവൻകുട്ടിയും എല്ലാം. അതിനിടയിലാണ് ശിവൻകുട്ടി അതിക്രൂരമായി ഇവർ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ മകൾ പ്രസവിച്ചത്. ആ പ്രസവിച്ച മകളെ അറിയിക്കാതെ തൊട്ടടുത്തുള്ള അതേ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ശിവൻകുട്ടിയുടെ മൃതദേഹം എത്തിച്ചത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുൻപിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷമാണ് ഭർത്താവിൻ്റെ മൃതദേഹം സരസ്വതിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ മാത്രമാണ് ഭർത്താവ് മരിച്ച വിവരം സരസ്വതി അറിയുന്നത്. ഒരിടത്ത് ഭർത്താവിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്, മറ്റൊരിടത്ത് തൻ്റെ മകൾ പ്രസവിച്ച് കിടക്കുകയാണ്. സരസ്വതി എന്ന അമ്മ അക്ഷരാർത്ഥത്തിൽ ഒരു ആശുപത്രി, ഒരു വശത്ത് പ്രസവ വാർഡ്, ഒരു വശത്ത് മോർച്ചറി, രണ്ടിൻ്റെ നടുവിൽ നിന്ന് നെഞ്ച് നീറുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സരസ്വതി എന്ന വീട്ടമ്മയുടെ. മകൾക്കായി ഭക്ഷണം പോലും എത്തിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു അവർ ആയിരുന്നത്. കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത സാഹചര്യം. കൈക്കുഞ്ഞുമായി മകൾ വരുന്നത് പ്രതീക്ഷിച്ച ശിവൻകുട്ടിയെ കാത്തിരുന്നത് മരണമാണെന്ന് ഓർത്തപ്പോൾ സരസ്വതി അക്ഷരാർത്ഥത്തിൽ നെഞ്ചുപൊട്ടി വിതുമ്പുകയായിരുന്നു. വ്യാഴാഴ്ചയാണ് മകളുമായി ആശുപത്രിയിൽ ഇവർ എത്തുന്നത്. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെ മകൾ പ്രസവിച്ചു. പെൺകുഞ്ഞായിരുന്നു. മകൾക്ക് കഞ്ഞി കൊടുക്കാൻ പോലും ആരുമില്ല, പോയി വരാം എന്ന് പറഞ്ഞ് സങ്കടമടക്കി കണ്ണീർ തുടച്ച് സരസ്വതി പ്രസവ വാർഡിലേക്ക് പോയി. മകളും ഭർത്താവും വിദേശത്തായിരുന്നു. പ്രസവത്തിനായി നാട്ടിലെത്തിയതായിരുന്നു മകൾ. വിവരമറിഞ്ഞ് വിദേശത്തുള്ള മൂത്ത മകൾ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കരുവാറ്റയിൽ 2 പെൺമക്കൾക്കുമായി സ്ഥലം വാങ്ങി വീട് പണിയുന്നുണ്ട്. ഒരു വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകാറായി, മറ്റൊന്നിന് തറ കെട്ടിയിട്ടുമുണ്ട്. അതേസമയം ഈ 13 വയസ്സുകാരി പോലീസ് സംഘത്തോട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, ഈ കുട്ടിയുടെ ഒരു സാഹചര്യം, പശ്ചാത്തലം ഒക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്നേഹം എന്താണെന്ന് അറിയില്ല, തനിക്കിതുവരെ സ്നേഹം കിട്ടിയിട്ടില്ല എന്നൊരു 13 വയസ്സുകാരി വിളിച്ചു കൂകുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കുട്ടി എത്തി എന്നതും ഒരു ചോദ്യം തന്നെയാണ്. പ്രശ്നങ്ങൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷമായിരുന്നു ഈ 13 വയസ്സുകാരിയുടേത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന അമ്മയുടെ അസാന്നിധ്യത്തിൽ ബന്ധുഗൃഹങ്ങളിൽ മാറി മാറിയാണ് താമസിച്ചത്. പലതവണ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ട്. മോശം കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടു. ഉറ്റ ബന്ധുവിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായി. അങ്ങനെ ആകെ മൊത്തം വല്ലാത്തൊരു ജീവിതം തന്നെയാണ് ഈ 13 വയസ്സുകാരി നയിച്ചത്. പ്രായത്തിന് ചേരാത്ത ക്രൂരമായ കൊലപാതക ആസൂത്രണത്തിൽ നിർണായക ഘട്ടമായി മാറിയതിൽ ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അമ്മയുടെ ആദ്യ വിവാഹത്തിലുള്ളതാണ് കുട്ടി. ഈ കൊച്ച് ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കൾ 2 വഴിക്കായി. അമ്മ വിദേശത്തേക്ക് ജോലിക്ക് പോയി. അവിടെ വെച്ച് പരിചയപ്പെട്ട മറ്റൊരാളുമായി അമ്മ 2ാമത് പുനർവിവാഹം കഴിഞ്ഞു. വീട്ടിൽ നിന്ന് തനിക്ക് അക്രമം നേരിടുന്നുവെന്ന് ഒട്ടേറെ തവണ സ്കൂളിൽ കുട്ടി പരാതി പറഞ്ഞിരുന്നുവെന്നാണ് വിവരം. ഷെൽട്ടർ ഹോമിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതിനാൽ റിപ്പോർട്ട് ചെയ്യരുതെന്നും അപേക്ഷിച്ചിരുന്നു. പിന്നാലെ അമ്മയുടെ 2ാം വിവാഹവും കൂടി കഴിഞ്ഞപ്പോൾ അമ്മ തന്നിൽ നിന്ന് അകന്നു എന്ന ഒരു തോന്നൽ കുട്ടിയെ വേട്ടയാടി. മുൻപ് 1ലേറെ തവണ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലീസിൻ്റെ സഹായത്തോടെ കണ്ടെത്തുകയും വീട്ടിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തു. വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടില്ലെന്ന് പറഞ്ഞു കുട്ടി പ്രതികളായ കൗമാരക്കാരുടെ വീട്ടിൽ നിന്നും പൊതുപ്രവർത്തകർ ഇടപെട്ട് തിരികെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ ഒരു സൈഡ് ഉണ്ടെങ്കിൽ പോലും മറുവശത്തേക്ക് നോക്കിയാൽ അതിവിദഗ്ധമായി വളരെ ബ്രൂട്ടലി എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതക ആസൂത്രണം അത് നടത്തുകയും ചെയ്തു ഇവർ. ഗൃഹനാഥനെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന പ്രതികൾ ആദ്യം പദ്ധതിയിട്ടത് വീടിൻ്റെ ഓട് നീക്കി മുകളിൽ നിന്ന് ഭാരമുള്ള കല്ല് തലയിലേക്കിട്ട് കൊലപ്പെടുത്താനായിരുന്നു. എന്നാൽ വീടിൻ്റെ മേൽക്കൂരയിൽ കയറി ഓട് നീക്കിയപ്പോഴാണ് മച്ചുണ്ടെന്ന് മനസ്സിലായത്. പിന്നീടാണ് ശുചിമുറിയിലൂടെ അകത്ത് കയറാൻ തീരുമാനിച്ചതെന്ന് പ്രതികളുടെ മൊഴി.
15-ാം തീയതി രാത്രി മാവേലി എക്സ്പ്രസിൽ ഹരിപ്പാട്ടെത്തിയ പ്രതികൾ ബസ്സിൽ കരുവാറ്റയിലിറങ്ങി വീടിന്റെ മുൻവാതിൽ അകത്തുനിന്ന് തുറന്ന് മൂന്നാമനെയും അകത്ത് കയറ്റി. വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥനെ മർദ്ദിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മരണം ഉറപ്പാക്കിയ ശേഷം അലമാരിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വീട്ടിൽ നിന്ന് കവർന്ന 4 പവന്റെ സ്വർണ്ണാഭരണങ്ങളിൽ 1 ഗ്രാം തൂക്കമുള്ള ആഭരണം പ്രതികൾ 16,000 രൂപയ്ക്കാണ് വിറ്റത്. ബാക്കി സ്വർണം ഇവരുടെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. വിൽപ്പനയ്ക്ക് സഹായിച്ചയാളെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്ക് കൊലപാതകത്തിലും കവർച്ചയിലും പങ്കുള്ളതായി നിലവിൽ സൂചനയില്ല. അതേസമയം ഈ സ്വർണം മോഷ്ടിക്കാൻ പെൺകുട്ടിയും 17-കാരനും ചേർന്ന് നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഫോൺ സംഭാഷണത്തിൽ ഇതിന്റെ തെളിവുണ്ട്. 14-നാണ് ബന്ധുവിന്റെ മോശം പെരുമാറ്റത്തെപ്പറ്റി കുട്ടി സുഹൃത്തിനോട് പറഞ്ഞത്. കൊന്നുകളയണമെന്നും ഈ പെൺകുട്ടി നിർദ്ദേശിച്ചു. 15-ന് രാത്രിയാണ് കൂട്ടുകാരനും 2 സുഹൃത്തുക്കളും ചേർന്ന് കൊലപാതകവും കവർച്ചയും നടത്തിയത്. അതേസമയം ഈ പോലീസിനും നാട്ടുകാർക്കുമൊക്കെ ഒരേപോലെ സംശയം തോന്നിച്ച ചില ഘടകങ്ങൾ കൂടി ഉണ്ടായി ഈ ഒരു കൊലപാതകം നടന്ന സമയത്ത്. ഉറ്റ ബന്ധു വീടിനുള്ളിൽ മരിച്ചു കിടക്കുമ്പോൾ അതേ ദിവസം സ്കൂൾ യൂണിഫോം ധരിച്ച് ഓണപരീക്ഷ എഴുതാൻ ഇറങ്ങുകയായിരുന്നു പെൺകുട്ടി. പെൺകുട്ടിയുടെ ഈ പെരുമാറ്റം പോലീസിൽ ചില സംശയങ്ങൾ ജനിപ്പിച്ചു. സംഭവ ദിവസം സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ചത് കൊലപാതക സമയത്ത് സാന്നിധ്യം ഒഴിവാക്കാനുള്ള പെൺകുട്ടിയുടെ തന്ത്രമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ചോദ്യം ചെയ്തപ്പോഴും ഒന്നും അറിയില്ല എന്ന രീതിയിലായിരുന്നു പെൺകുട്ടിയുടെ പ്രതികരണം. ഒടുവിൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ തെളിവുകൾ കാണിച്ചപ്പോഴാണ് കുറ്റസമ്മതം നടത്തിയത്. അയൽവാസികൾ എന്താണ് പറയുന്നത് നോക്കാം. ഈ കുടുംബവും ഗൃഹനാഥനും പരിസരത്തുള്ളവരുമായി യാതൊരു അടുപ്പവും ഇല്ല എന്ന് അയൽവാസികൾ പറയുന്നു. 2 വർഷം മുൻപാണ് ഇവർ കൊല്ലത്ത് നിന്ന് കരുവാറ്റയിലെത്തി 10 സെന്റ് സ്ഥലം വാങ്ങിയത്. ഈ സ്ഥലമുടമയുടെ തന്നെ വീട്ടിൽ വാടകയ്ക്ക് താമസം. 10 സെന്റ് ഭൂമിയിൽ 2 പെൺമക്കൾക്കായി വീടുകൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. പണിക്കാർക്ക് വെള്ളം കൊടുക്കാനായി വരുമ്പോൾ മാത്രമാണ് ഇദ്ദേഹത്തെ കണ്ടിരുന്നത്. മാത്രമല്ല സമീപവാസികളും ശ്രദ്ധിച്ചിരുന്നു പെൺകുട്ടിയുടെ കൂസലില്ലാത്ത പെരുമാറ്റം. ഗൃഹനാഥൻ കൊല്ലപ്പെട്ട ശേഷവും കൊച്ചുമകൾക്ക് ഒരു ഭാവഭേദവും ഇല്ലായിരുന്നുവെന്ന് സമീപവാസികളും പറയുന്നു. കൊലപാതകം നടന്നതിൻ്റെ പിറ്റേ ദിവസം 2 വട്ടം കൊച്ചുമകൾ വാടക വീട്ടിലെത്തിയിരുന്നു. ഈ വരവിൽ സമീപത്തെ കടയിൽ കയറി പലഹാരം വാങ്ങി. 16 രാത്രിയാണ് 2 ചെറിയ കുട്ടികൾക്കൊപ്പം പെൺകുട്ടി കടയിലെത്തിയത്. സാധാരണ ഈ പെൺകുട്ടി കടയിലേക്ക് കയറാറുണ്ട്, പക്ഷേ പുറത്ത് നിൽക്കുകയായിരുന്നു. മറ്റേ കുട്ടികളെ അകത്തേക്ക് വിടുകയായിരുന്നു. 3 പാക്കറ്റ് പൊട്ടറ്റോ ചിപ്സ് വാങ്ങിച്ചു. വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴി വീണ്ടും കടയിൽ കയറി 2 പാക്കറ്റ് ചിപ്സ് കൂടി വാങ്ങിച്ചു. അപ്പോൾ പെൺകുട്ടി കടയിലേക്ക് കയറിയില്ല. തന്നെ നോക്കിയില്ല എന്നും കടയുടമ പറയുകയുണ്ടായി. മാത്രമല്ല ഈ ഗൃഹനാഥൻ മരിച്ചു കിടക്കുമ്പോൾ പെൺകുട്ടി പരീക്ഷയ്ക്കായി ഇറങ്ങിയപ്പോൾ അതായത് ഓണപരീക്ഷയാണ്, നിർബന്ധമായും പോകണമെന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മുത്തച്ഛ മരിച്ചു കിടക്കുമ്പോഴാണ് സ്കൂളിൽ പോകുന്നതെന്ന് ചോദിച്ച് കടയുടമയായ സ്ത്രീ പെൺകുട്ടിയെ വിരട്ടുകയും ചെയ്തു. അങ്ങനെ പെൺകുട്ടി തിരിച്ചുപോയി. അങ്ങനെ ആ ഒരു ദിവസം, അതായത് ഗൃഹനാഥൻ വീട്ടിൽ മരിച്ചു കിടക്കുന്നു, പെൺകുട്ടിക്ക് യാതൊരു കൂസലുമില്ല. ഇതും കൂടി പോലീസും നാട്ടുകാരും ഒന്നടങ്കം നോട്ട് ചെയ്തു. അസ്വാഭാവികത തോന്നി. അങ്ങനെ പല സംശയങ്ങൾ കൂടിയാണ് ഈ പെൺകുട്ടിയിലേക്ക് എത്തിയത്. എന്തായാലും 13-കാരിയും കൂട്ടരും ചേർന്ന് നടത്തിയ അതിക്രൂരമായ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടുക്കുകയാണ്. ഈ 13 വയസ്സുള്ള പ്രായം, നമുക്കറിയാം നമ്മൾ ഈ പ്രായത്തിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ട് നടന്നത്. ആ പ്രായത്തിലാണ് ഇവിടെ കൊലപാതകം വരെ നടത്തുന്നു ഇപ്പോഴത്തെ പിള്ളേർ എന്നത് വളരെയധികം ഭയാനകമായ കാര്യം തന്നെയാണ്. വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. 10, +1, +2 എന്നിങ്ങനെയാണ് മൂവരുടെയും വിദ്യാഭ്യാസ യോഗ്യത. ഒരുമിച്ച് പഠിച്ചിട്ടില്ലാത്ത ഇവർ പ്രദേശത്ത് മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം സംഘം ചേരുന്നതും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും കായൽ വാരങ്ങളും തമ്പടിക്കുന്നതും സംശയമുണ്ടാക്കിയിട്ടുണ്ടെന്ന് നാട്ടുകാർ വെളിപ്പെടുത്തുന്നുണ്ട്. സംഘത്തിന്റെ ദുരൂഹത നിറഞ്ഞ കൂടിക്കാഴ്ചകളിൽ ലഹരി ഉപയോഗവും വിൽപ്പനയും നടക്കുന്നതായി നാട്ടുകാർ സംശയിച്ചിരുന്നു. ധാരാളം പണം ഇവർ ചിലവഴിക്കുന്നെന്ന സംസാരവും നാട്ടുകാർക്കിടയിലുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.